കേരളത്തിലെ പോലീസുകാർ പോപ്പുലർ ഫ്രണ്ടുകാരുടെ അടിമകളാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദിനെ കേരള പോലീസ് ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്നിടത്തു നിന്ന് പൊക്കിയെടുത്തിരിക്കുകയാണ് NIA. സർക്കാരിന്റെ ഒത്താശ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് സംരക്ഷണയേകുന്നു. സവാദ് മുണ്ടശ്ശേരി വീട് അശമന്നൂർ പെരുമ്പാവൂർ 37 വയസ്സ്. തിരിച്ചറിയാൻ കയ്യിലുണ്ടായിരുന്നത് പഴയ ഒരു ഫോട്ടോ ആയിരുന്നു. കഴിഞ്ഞ 13 വർഷമായി രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസികളിലൊന്നായ NIA ഈ മേൽവിലാസക്കാരന്റെ പിന്നാലെയായിരുന്നു. ആ അന്വേഷണമാണ് ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നത്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് ആ പരിചയം പിന്നീട് ഉപയോഗിച്ചത് മരപ്പണിയിലാണ്. തന്നെ ഏറ്റവും അധികം മുറിവേൽപ്പിച്ച വ്യക്തി എന്നാണ് സവാദിനെ കുറിച്ച് ജോസഫ് മാഷിന്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം രാജ്യത്തെ നിയമവ്യവസ്ഥയെ ആദരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ തനിക്കേറെ സന്തോഷമുണ്ട് എന്ന് ജോസഫ് മാഷ് പറയുമ്പോൾ ആ സംഭവത്തിന് ശേഷം ജീവനൊടുക്കിയ തന്റെ പ്രിയതമയുടെ ആത്മാവിനോട് നീതി പുലർത്തി എന്ന് അദ്ദേഹത്തിന് ഇനി സമാധാനിക്കാം. NIA രാജ്യത്തെ ശക്തമായ അന്വേഷണ സംഘം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. ഒരു പതിറ്റാണ്ട് കാലം കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദിനെ പിടികൂടാൻ കേരള പോലീസിന് കഴിയാത്തത് തികച്ചും കഴിവുകേടാണ് എന്ന ചോദ്യം ശക്തമാകുന്നതിനിടെയാണ് ഇന്നത്തെ അറസ്റ്റ് എന്നത്. ഇതും NIA പവർ തന്നെയാണ് കാണിക്കുന്നത്. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിലായത് മരപ്പണിക്കാരനായ മട്ടന്നൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെ 13 വർഷമായി NIAയും പോലീസും തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതി മട്ടന്നൂരിൽ നിന്നാണ് പിടിയിലായത്. കഴിഞ്ഞ അർദ്ധരാത്രിയിൽ മട്ടന്നൂർ ബേരത്ത് താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നുമായിരുന്നു സവാദിനെ NIA പിടികൂടിയത്. കേസിൽ സംഭവം നടന്നതിന് പിന്നാലെ ഒളിവിൽ പോയ സവാദിന് പുറത്തുനിന്നും സഹായം കിട്ടിയിരുന്നതായും സംശയിക്കുന്നുണ്ട്. മരപ്പണി പഠിച്ചത് മട്ടന്നൂർ എത്തിയ ശേഷമായിരുന്നു എന്നാണ് സൂചനകൾ. 8 മാസമായി കുരുമുക്ക് എന്ന സ്ഥലത്ത് ഇയാൾ ജോലി ചെയ്തു വരികയായിരുന്നു. മട്ടന്നൂരിലെ ബേരത്തെത്തിയിട്ട് 8 മാസമായിരുന്നു. വ്യാജ മേൽവിലാസത്തിൽ വ്യാജ പേരിലായിരുന്നു സവാദ് കഴിഞ്ഞിരുന്നത്. ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അയൽക്കാരുമായി അധികം ബന്ധം പുലർത്താതെ ദിവസവും ജോലിക്ക് പോകുകയും വരികയും ചെയ്തിരുന്നത് ഓട്ടോയിലാണ്. വീടും ഓട്ടോറിക്ഷയും ഒക്കെ സംഘടിപ്പിക്കാൻ പ്രാദേശിക സഹായം കിട്ടിയതായും സംശയിക്കുന്നുണ്ട്. 2010 ജൂലൈ 4 നടന്ന സംഭവത്തിൽ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയത് സവാദായിരുന്നു. സവാദിനെ NIA കൊച്ചിയിൽ എത്തിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദ്. വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിന് പിന്നാലെ സവാദ് ഒളിവിൽ പോവുകയായിരുന്നു. ഇവർ ഇന്ത്യ വിട്ടിരിക്കാമെന്നും NIA കരുതി. സവാദിനെ കിട്ടാത്ത സാഹചര്യത്തിൽ അയാൾക്ക് വേണ്ടി പലപ്പോഴും ലുക്കൌട്ട് നോട്ടീസും ലക്ഷങ്ങൾ ഇനാമും പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂരിൽ നിന്നും പിടിയിലായ പ്രതിയെ ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ ഹാജരാക്കും. പ്രവാചക നിന്ദ എന്ന് ആരോപിച്ചായിരുന്നു ന്യൂമാൻ കോളേജിലെ മലയാള അധ്യാപകൻ TJ ജോസഫിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിയത്. ഇത് വളരെയേറെ വിവാദമായ കേസായിരുന്നു. കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ ഇത് ഓർക്കണമെന്നും അത് ഇല്ലാതാക്കണമെന്നും അഭിപ്രായപ്പെട്ടപ്പോൾ അവിടെ വർഗീയതയോ ഒരു മതത്തെ ഭീകരമായി ചിത്രീകരിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് സൗഹാർദ്ദപരമായ ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടാകണമെന്ന തീവ്രമായ ആഗ്രഹം തന്നെയായിരുന്നു. ജോസഫ് മാഷിന്റെ അനുഭവം കേരളത്തിന് സമ്മാനിച്ചത് തീരാത്ത വേദനയാണ്. 2010 ജൂലൈ 4 ഇന്റേണൽ പരീക്ഷയ്ക്കിട്ട ചോദ്യത്തിന്റെ പേരിൽ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകനായ TJ ജോസഫിന് നേരെ SDPI മതതീവ്രവാദികളുടെ ആക്രമണമുണ്ടായത്. പിന്നാലെ ക്രൈസ്തവ സഭ പോലും ഇദ്ദേഹത്തെ തള്ളിപ്പറയുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് NIAക്ക് കേസ് വിടുകയും അന്വേഷണം പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുകയുമായിരുന്നു. കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ശിക്ഷിക്കപ്പെട്ടിരുന്നു. അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. 2010 മാർച്ച് 23 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്ന 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ 11ാം നമ്പർ ചോദ്യത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.